ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിൽ ഒരു തരത്തിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വരുന്ന ഒരു സമയത്താണ് ജയന്തി എന്ന് പറയുന്ന പൂതന വീണ്ടും വീട്ടിലേക്ക് കയറി വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് എന്ത് നടക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാം. പുതിയ പ്രശ്നങ്ങൾ മേൽ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ജയന്തി എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും കൃത്യമായിട്ട് ആശാത്തി അങ്ങ് വന്ന് കയറിയപ്പോൾ അഞ്ചു ചോദിച്ചു, എന്തെങ്കിലും പുതിയ പ്രശ്നമായിട്ട് നിങ്ങൾ വന്നതാണോന്ന്. അയ്യോ, ഞാൻ പ്രശ്നങ്ങളായിട്ടൊന്നും വന്നതല്ല. ഞാനൊരു ഉടുപ്പ് ദേവൂട്ടിക്ക് വേണ്ടി തയ്പ്പിച്ചിരുന്നു, അത് ഇട്ട് നോക്കിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞങ്ങനെ പറയുമ്പോൾ, ഓ, ഉടുപ്പൊക്കെ ആയിട്ടാണോ വന്നതെന്ന് ചോദിച്ചു. എന്താ ഇനി ഉടുപ്പ് കൊടുത്ത് കുഞ്ഞിനോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കൊടുത്ത് മയക്കി എടുക്കാനാണോ എന്ന് ചോദിച്ചപ്പം, എൻ്റെ അമ്പഴത്തറ ഭഗവതി, ഞാൻ മയക്കി എടുത്തെന്നോ? എൻ്റെ മഹാദേവ, നീ എന്തൊക്കെയാ അഞ്ജു ഈ പറയുന്നേ? ഞാൻ എന്തിനാ ദേവൂട്ടിയെ മയക്കി എടുക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? കൂടുതൽ കിടന്ന് ഉരുളല്ലേ ജയന്തി അടുത്തി, നിങ്ങളുടെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ അത് മോള് ഞങ്ങളോട് പറയില്ലെന്നോ? ഞങ്ങൾ ആരും അറിയില്ലെന്നോ? അതുവഴി കൊച്ചി വീട്ടിൽ വഴക്കുണ്ടാക്കും, വാശി പിടിക്കും, ശാഠ്യം പിടിക്കും, ഇതൊക്കെയാണോ നിങ്ങൾ വിചാരിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ, നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങളെ ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് ദേഷ്യമാണ് വരുന്നതെന്നും പറഞ്ഞു നമ്മുടെ അഞ്ജു ഇങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു ലഡു എടുത്തുകൊണ്ട് പോയി നിങ്ങൾ എന്തൊക്കെയാ കൊച്ചിനോട് പറഞ്ഞു പിടിപ്പിച്ചതെന്ന് ചോദിച്ചപ്പം, ഞാനെന്തു പറഞ്ഞു? നിങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും ദേവൂട്ടി ഞങ്ങളോട് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ പല തവണയായി ഇവിടെ നിന്ന് അടിച്ചിറക്കാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോഴെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞു വീണ്ടും നിങ്ങൾ നാണം കെട്ട് വലിഞ്ഞു കയറി വരുന്നതാ. ഇനിയും നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ അറുത്ത് മുറിച്ച് നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടി വരും. ഇറക്കി വിടുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞു. എൻ്റെ മഹാദേവ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം, എന്തിനാ ഇതുപോലെ കള്ളത്തരങ്ങൾ ചെയ്തിട്ട് മഹാദേവനെ വിളിക്കുന്നതെന്ന് അഞ്ജു ചോദിച്ചു. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. ഈ സമയത്താണ് നമ്മുടെ അപ്പു അങ്ങോട്ടേക്ക് വരുന്നത്. ആ അപ്പുക്കിളി, നീ ഇത് കേട്ടോ? ഞാൻ ദേവൂട്ടിക്ക് പിറന്നാളൊക്കെ അല്ലേ വരുന്നേ, നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. അതും പ്രത്യേകം പറഞ്ഞ് തയ്പ്പിച്ച് കൊണ്ടുവന്നതാ. നീ ഉണ്ടല്ലോ, ഇതൊന്ന് കുഞ്ഞിനെ ഇടിയിച്ച് നോക്കാവോ എന്ന് ചോദിച്ചപ്പം അപ്പോൾ ദേവി ഉടുപ്പ് മേടിച്ച് നോക്കിയിട്ട് ഇത് ടൈപ്പൊന്നും മോൾ ഇടില്ലെന്നുള്ള കാര്യം പറഞ്ഞു. മോൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലാന്നു. അപ്പോൾ ഒന്നും തോന്നരുതെന്ന് ജയന്തിയോട് ദേവി പറഞ്ഞേ. അപ്പോഴേക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ നിന്നോടാ പറഞ്ഞത്, നിന്റെ അല്ലേ മോള്, നീ ഒന്ന് ദേവൂട്ടി ഇത് ഇടിയിപ്പിച്ച് നോക്ക്. ഇത് ഇട്ട് കഴിഞ്ഞാൽ മോൾക്ക് എന്തായാലും നന്നായിട്ട് ഇണങ്ങും. ഒന്ന് ഇടിയിപ്പിച്ച് നോക്ക് അപ്പു, പ്ലീസ് അപ്പു, ഒന്ന് ഇടിയിച്ച് നോക്കെന്നും പറഞ്ഞ് അപ്പുവിൻ്റെ കയ്യെ കാലെ പിടിച്ച് അത് ഇടിയിക്കുക. അങ്ങനെ ഇടിയിക്കാൻ വേണ്ടിയിട്ട് അപ്പു അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അപ്പു ഇത് വാങ്ങിക്കഴിയുമ്പോൾ പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പു അത് വാങ്ങിച്ച് കൊച്ചുമായിട്ട് റൂമിലേക്ക് ചെന്ന് വാതിൽ ചാരി എന്നിട്ട് കുഞ്ഞിനെ ഉടുപ്പിടിയിപ്പിച്ച് നോക്കുവാണേ. അപ്പോഴേക്കും അവിടെ പുറത്ത് അവർ രണ്ടുപേരും കൂടി, അതായത് അഞ്ജുവും ദേവിയും കൂടി, അതൊന്നും ഇടുകയല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ജയന്തിക്ക്, ദേവി, നിന്നെ ഞാൻ കാണിച്ച് തരാടി, നിനക്ക് ഇനി അധിക കാലം ഈ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ തൂങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു മനസ്സിൽ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പുവിനോട് അടുത്ത ഏഷണി കൂട്ടാനായിട്ട്. അപ്പോഴേക്കും ദേവൂട്ടിയെ ഉടുപ്പൊക്കെ ഇടിയിച്ച് നമ്മുടെ അപ്പു ഇങ്ങനെ നിർത്തിയേക്കുക. എന്നിട്ടിങ്ങനെ നോക്കിയപ്പോൾ കൊച്ചു പറഞ്ഞു, എനിക്ക് ഈ ഉടുപ്പ് വേണ്ട മമ്മി, എനിക്കിത് അപ്പടി കുത്തി കയറുക, എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പൊന്നും ഇഷ്ടമല്ല, ഞാൻ ഇടുവേല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അപ്പു അത് പറഞ്ഞാൽ പറ്റത്തില്ല, നീ ഇതിട്ടേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ മമ്മി ഇത്, പ്ലീസ് മമ്മി എന്നും പറഞ്ഞു കൊച്ചിങ്ങനെ ചിണുങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും, ഇനി ചിണുങ്ങണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ ഉടുപ്പ് ഊരാനായിട്ട് അപ്പു തുടങ്ങി. അപ്പോഴേക്കും വരുന്നു ജയന്തി വാതിലും തള്ളി തുറന്നുകൊണ്ട്. അപ്പു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തിനും ഏതിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനും നീ ദേവിയെ ഏർപ്പെടുത്തിയാൽ പിന്നീട് നീ കരയേണ്ടി വരും. നീ ഒരുപാട് കരയേണ്ടി വരും. എല്ലാ അവകാശങ്ങളും ദേവിക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ കുഞ്ഞിനെ പ്രസവിച്ചത്? കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാതിരുന്നാൽ കുഞ്ഞ് അവളുടെ അരികിലേക്ക് പോകില്ലേ? മാത്രമല്ല, ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ദേവി കുഞ്ഞിനെ വശീകരിച്ച് നിന്റെ അരികിൽ നിന്ന് തട്ടിയെടുക്കുകയാണ്. നീ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് അപ്പുവിൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ വിഷം കുത്തി വെച്ച് കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോഴേക്കും മമ്മി ഇത് ഊരും മമ്മി, എനിക്ക് കുത്തി കയറുക മമ്മി എന്നും പറഞ്ഞുകൊണ്ട് ദേവൂട്ടി ഇങ്ങനെ ഒച്ച എടുക്കുമ്പോഴേക്കും കുഞ്ഞിനായിട്ട് 2 തല്ലും വെച്ച് കൊടുത്ത്, എടി മര്യാദയ്ക്കിരുന്നു, ഞാൻ പറയുന്നത് നീ കേട്ടോളണമെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ കുഞ്ഞിനെ അപ്പു തല്ലുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജയന്തിക്ക് ഭയങ്കര സന്തോഷം. ജയന്തി ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും കൊച്ചു അവിടെ കിടന്ന് വലുവായാലും കരയാൻ തുടങ്ങി. അപ്പു ആണെങ്കിലും കൊച്ചിനോട് ദേഷ്യപ്പെടുന്നു, ജയന്തി ആണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല, തല്ലുന്നതും ആസ്വദിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അപ്പുവിനോട് മനസ്സിൽ കുത്തിവെക്കാവുന്നിടത്തോളം വിഷം മുഴുവൻ കുത്തിവെച്ചു.
അങ്ങനെ കുത്തിവെപ്പും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കൊച്ചിൻ്റെ ഒച്ച കേട്ടോണ്ട് ദേ നമ്മുടെ അഞ്ചു അങ്ങോട്ടേക്ക് വന്നു. അഞ്ചു വന്നപ്പോൾ എന്താ ഇവിടെ കരച്ചിലും ബഹളും. വേഗം എന്താ എന്താ ദേവൂട്ടി എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് കയറി വന്നപ്പോൾ ഈ മമ്മി എന്നെ തല്ലിയെന്ന് പറഞ്ഞു. എന്താ അപ്പോൾ ഇത് നീ എന്തിനാ കുഞ്ഞിനെ തല്ലിയെന്ന് ചോദിച്ചു. അത് പിന്നെ ഈ വല്യമ്മ പറയുന്നത് കേട്ടിട്ട് എന്നെ തല്ലിയത്. എനിക്ക് ഈ ഉടുപ്പ് വേണ്ട ചെറിയമ്മ, എനിക്ക് ഈ ഉടുപ്പ് വേണ്ടെന്ന് മമ്മിയോട് പറ. അപ്പം കുഞ്ഞിന് വേണ്ടെങ്കിൽ നീ ഇടിയിക്കണ്ട. അപ്പോൾ ദേ ഈ ജയന്തേച്ചിയുടെ നുണയും ഏഷണിയും കേട്ട് നീ കുഞ്ഞിനെ വെറുതെ വാശി പിടിപ്പിക്കുകയും കരയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്താലേ എന്താ സംഭവിക്കുമെന്ന് നിനക്കറിയാവല്ലോ എന്ന് പറഞ്ഞ് അഞ്ചു ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം, ആരുടെ ഒത്താശയൊന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജുവിൻ്റെ മുഖത്ത് നോക്കി അപ്പു പറഞ്ഞു. അപ്പു ഇത് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ അഞ്ജുവിനെ മുഖത്തടിച്ചതുപോലെ ആയി പോയിട്ടോ. ദേവി ഇതറിഞ്ഞിട്ടുമില്ല. അങ്ങനെ നമ്മുടെ അഞ്ജു ഇങ്ങനെ ആകെ സങ്കടത്തോടു കൂടി സോറി, ഇനി ഞാനായിട്ട് ഒന്നിനും വരുന്നില്ലെന്നും നിങ്ങളുടെ ഒന്നും ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ലെന്നും പറഞ്ഞ് നമ്മുടെ അഞ്ചു മനസ്സ് വേദനിച്ച് അങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇത് കണ്ട് ജയന്തി അന്നേരവും ചിരിച്ചോണ്ട് നിൽക്കുക. ജയന്തിയോട് പറഞ്ഞതിനുള്ള ശിക്ഷ അഞ്ജുവിന് കിട്ടിയതാണെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് അഞ്ചു അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ ഇങ്ങനെ വേണം നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ നീ നിൽക്കണം അപ്പു, അല്ലെങ്കിൽ നിന്റെ കൊച്ചിന് നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ഇവിടെ ഉള്ളവരെല്ലാവരും കൂടെ ചേർന്ന് കൊച്ചിൻ്റെ മനസ്സ് തട്ടിയെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പുവിനെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുക. ഇത് കഴിഞ്ഞു നമ്മുടെ അഞ്ചു സങ്കടപ്പെട്ട് അങ്ങ് മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് ചെന്നപ്പോഴേക്കും ഇത് കണ്ടു ദേവി കണ്ടപ്പോൾ ചോദിച്ചു എന്തു പറ്റി, എന്താ മുഖത്തൊരു വിഷമം, എന്താ ജയന്തേച്ചു എല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ദേവേടത്തി എന്നും പറഞ്ഞുകൊണ്ട് അഞ്ചു ഇങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണേ. അങ്ങനെ അഞ്ചു അകത്ത് മുറിയിൽ കയറിപ്പോയി വാതിലടച്ചു. അപ്പോൾ ദേവിക്ക് മനസ്സിലായി എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് തമ്പിയോട് അംബിക ചെന്ന് അപ്പുവിനെ ഫോൺ വിളിച്ചത് മറ്റു കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യങ്ങളും അപ്പു ഇപ്പോഴും നമ്മളോട് ഷെയർ ചെയ്യാറില്ല. ഇപ്പോഴും നമുക്ക് അപ്പു ഒരു അന്യായി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്, അപ്പുവിൻ്റെ ശത്രുക്കളാണ് എന്നുള്ള രീതിയിലാണ് അവൾ കാണുന്നതെന്ന് പറഞ്ഞു. ഒരു കണക്കിന് നോക്കിയാൽ ഹരിയേക്കാളും ബാലനേക്കാളും ഒക്കെ നമ്മളോട് ദേഷ്യം കൂടുതലും അതുപോലെ നമ്മളെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നതും അപ്പുവാണെന്നും അപ്പുവാണ് നമ്മൾക്ക് ഇത്രയും ഒരു സങ്കടങ്ങളൊക്കെ തരുന്നതെന്നും പറഞ്ഞു. ഇതൊന്നും അല്ല അപ്പു അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ചതിയെല്ലാം അപ്പു തിരിച്ചറിയും. ദേവൂട്ടിയെ തട്ടിയെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് ബാലനും ദേവിയും കൂടെ കാണിക്കുന്നത് തുടങ്ങിയ രീതിയിൽ തമ്പി ഒരു വശത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങനെ എങ്ങനെ നോക്കിയാലും ദേവിക്കും ബാലനും കുറ്റം തീർന്നിട്ട് ഒരു നിമിഷം പോലും ഇല്ല. അങ്ങനെ ആ ഒരു സംഭവം അവരവിടെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അംബിക പറഞ്ഞു തമ്പിയേട്ടാ അങ്ങനെയൊന്നും ഒരിക്കലും ദേവിയും ബാലനും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ചെയ്യില്ലെന്ന് വിചാരിച്ചോണ്ട് അവിടെ ഇരുന്നു. അവസാനം കാര്യത്തോടടുക്കുമ്പോൾ അറിയാം വിവരമൊന്നും പറഞ്ഞു. അങ്ങനെ ഇവരായ കാര്യവും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞപ്പം മുറിയിലേക്ക് നമ്മുടെ ശിവൻ കയറി വന്നപ്പം അഞ്ജു ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അഞ്ജുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചു എന്തു പറ്റിയെന്ന്. അപ്പോൾ ഞാൻ അപ്പുവിൻ്റെ അരികിൽ പോയിരുന്നു, അതുപോലെ ജയന്തേച്ചി എന്തൊക്കെയോ നുണ പറഞ്ഞു കൊടുത്തു, കുഞ്ഞിനെ വെറുതെ ഉപദ്രവിക്കുകയും അതുപോലെ കരയിക്കുകയൊക്കെ ചെയ്ത് കണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ അപ്പുവിനോട് ചോദിച്ചു. അപ്പോഴേക്കും അപ്പുവിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്നോട് നോക്കണ്ടെന്നാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജു ഇങ്ങനെ സങ്കടത്തോടെ ശിവനോട് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജു ശരിക്കും കരഞ്ഞു കേട്ടോ. അഞ്ജുവിന് ശരിക്കും സങ്കടമായി. ഒരിക്കലും അങ്ങനെ അപ്പു പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിവൻ അഞ്ജുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അത് അപ്പോഴത്തെ മനഃപൂർവ്വം പറഞ്ഞതല്ല, ജയന്തി എന്ന് പറയുന്ന വിത്ത് ഓരോന്ന് പറഞ്ഞു പിടിപ്പിച്ചിട്ടാണെന്നും പറഞ്ഞു. അങ്ങനെ ഇവരുടെ മുറിയിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്തായാലും അപ്പുവിൻ്റെയും അതുപോലെ ദേവൂട്ടിയുടെയും ഒരു കാര്യങ്ങളിലും ഇനി നമ്മുടെ അഞ്ജു ഇടപെടില്ലെന്ന് അഞ്ജു കോലടിച്ചിട്ടതാണ്. ഇനിയിപ്പം അപ്പു അത് പ്രതീക്ഷിക്കുകയും വേണ്ട. എല്ലാ കാര്യത്തിലും ഇനി ജയന്തി വന്ന് അപ്പുവിനെ ശുശ്രൂഷിച്ചോളും. അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നന്ദി.